നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജി ഒരു പുതിയൊരു തീരുമാനമെടുത്തു. അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രമേ ഉള്ളൂ, LGBTQ എന്നൊരു കമ്മ്യൂണിറ്റി ഇനി മേലിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ഈ പ്രഖ്യാപനത്തിൻ്റെ പ്ലസും മൈനസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കി അറിയാൻ പറ്റും LGBTQ, അതായത് ഇപ്പോൾ ലെസ്ബിയൻ, ബൈസെക്ഷൽ, അതുപോലെ ഗേ, ട്രാൻസ്ജെൻഡർ, അതേപോലെ ക്യൂർ എന്ന് പറയുന്ന അങ്ങനത്തെയുള്ള പല വിഭാഗങ്ങൾ അടങ്ങുന്നതാണ് LGBTQ എന്ന് പറയുന്ന വിഭാഗം. LGBTQ കമ്മ്യൂണിറ്റിയുടെ വിഷയത്തെ മനഃശാസ്ത്രത്തിൽ ജെൻഡർ ഡിസ്ഫോറിയ എന്നാണ് പറയുക. അതായത് ജനനസമയത്ത് നിയുക്ത ലിംഗഭേദം ഭാവിയിൽ വളർന്നു വരുമ്പോൾ ലിംഗ സ്വത്വവുമായി പൊരുത്തപ്പെടാതെ പോകുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാവുന്ന അസ്വസ്ഥത, അസംതൃപ്തി എന്നിവ വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമാകുന്നു. ഇതാണ് പൊതുവിൽ ഈ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇത് അതായത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്തായാലും നമ്മൾ ഭയങ്കരമായിട്ട് ഈ കമ്മ്യൂണിറ്റി കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അതേപോലെ അവർക്ക് ആത്മഹത്യാ പ്രവണത കൂടുതലാണ്. കാരണം അവർ വിവേചനം കൂടുതലായി നേരിടുന്നു, അവർക്ക് അപകർഷതാ ബോധം കൂടുതലായിട്ടുണ്ടാകുന്നു. അതോടൊപ്പം ആത്മഹത്യാ ചിന്ത അവരിൽ കൂടുതലാണ്. ഇങ്ങനെയൊക്കെയാണ് പൊതുവിൽ ഇതിനെക്കുറിച്ച് ആളുകൾ പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര നല്ല അനുഭവമല്ല. കാരണം നമ്മൾ ചെറുപ്പത്തിൽ വീട്ടിലെല്ലാവരും ഞങ്ങളിങ്ങനെ യാത്രയ്ക്ക് നന്നായിട്ട് പോരുന്നു, എല്ലാ മാസവും യാത്രകൾക്ക് പോരുന്നു. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്പെല്ലാം വരുന്ന സമയത്ത് അത് ട്രെയിനിലായാലും നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലായാലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ആണും പെണ്ണും കെട്ട എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം, അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, കറക്റ്റ് ട്രാൻസ്ജെൻഡേഴ്സ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഇത്തരം ആളുകൾ, അതായത് പുരുഷന്മാർ സ്ത്രീയുടെ വേഷം കെട്ടി വരികയും തങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് ആണുങ്ങളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കുക, ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ പണം വാങ്ങിച്ചു കൂട്ടുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് പലപ്പോഴും ഇവരെ തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളെ അനുഭവം അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും ഇവരെക്കുറിച്ച് കൂടുതലായി പഠിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഇവർക്ക് ശരിക്കും ഒരു ഭാര്യയല്ല 2-3 ഭാര്യമാരൊക്കെ ഉണ്ട്, മക്കളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇവരുടെ ജോലി എന്ന് പറയുന്നത് പെൺവേഷം കെട്ടി നടന്ന് മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിൽ LGBTQ നിരോധിച്ചു എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമാണുള്ളത്. പക്ഷേ ഇതുമായിട്ടൊന്നും ബന്ധമില്ല. അതായത് ഈ ഹോർമോണിൻ്റെ ഡിഫറൻസ് ആണ് ശരിക്കും വരുന്നത്. ഈ സ്ത്രീകൾക്കാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു സ്ത്രൈണത നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം സ്ത്രീകളുടെ ഹോർമോണിൻ്റെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ശരീരത്തിൽ ഹോർമോൺ കൂടുതൽ കുത്തിവെച്ചിട്ട് അങ്ങനെ ചെയ്തുകൂടെ, എൻ്റെ ഒരു സംശയമാണ്. അതേപോലെ പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ അവർ കൂടുതൽ സ്ത്രൈണത കാണിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ വിഷയം പുരുഷൻ്റെ ഹോർമോണിൻ്റെ കുറവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഹോർമോണെല്ലാം അവർ ശരീരത്തിൽ കൂടുതലായി കുത്തിവെക്കാവുന്ന പല സംഭവം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ആ രീതിയിലും ഈ വിഷയത്തെ പരിഹരിക്കാവുന്നതാണ്. LGBTQ എന്ന് പറയുമ്പോൾ നമുക്ക് ജനറലി നോക്കി അറിയാൻ പറ്റും. അതായത് ഒന്നുകിൽ ഒരു പുരുഷന് വേറൊരു പുരുഷനോട് തന്നെ ലൈംഗിക താല്പര്യം വരിക, ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയോട് തന്നെ ലൈംഗിക താല്പര്യം വരിക, നമ്മൾ സ്വവർഗാനുരാഗികൾ എന്ന് പറയുന്ന വിഭാഗം. അതല്ലെങ്കിൽ ചിലർക്ക് ആണായാലും പെണ്ണായാലും അവർക്ക് ആണിനോടും പെണ്ണിനോടും ഒരേപോലെ ലൈംഗിക താല്പര്യം വരിക, രണ്ടുപേരും സംഭവിക്കാം. അതും അല്ലെങ്കിൽ വേറൊരു വിഭാഗം ആളുകൾക്ക് അവർക്ക് ആണിനോടും പെണ്ണിനോടും ഒരു ലൈംഗിക താല്പര്യമില്ല. അത് പിന്നെ വേറൊരു വിഭാഗം ആളുകൾക്ക് അവരാണാണോ പെണ്ണാണോ എന്നുള്ളതിന് കൺഫ്യൂഷൻ വരിക. ഇതൊക്കെയാണ് ജനറലി ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. പൊതുവിൽ ഡൊണാൾഡ് ട്രംപ് ജി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ്, ഇതിനെ അവിടുത്തെ സഖ്യകക്ഷി എന്ന് പറയുന്ന, അതായത് LGBTQ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ അവിടെ പറയുന്ന പേരാണ് സഖ്യകക്ഷി എന്ന്. അപ്പോൾ അവർ ഇതിനെ എങ്ങനെ കാണുന്നു, ആ വിഷയത്തിൽ എനിക്ക് കുറച്ച് ആൻസൈറ്റി ഉണ്ട്. അവരെങ്ങനെയായിരിക്കും ഈ വിഷയത്തെയൊക്കെ കാണുക, അമേരിക്കയുടെ ഉള്ളിൽ എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ കാണുക എന്നുള്ളത്. അതോടൊപ്പം നമ്മളെ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ആണുങ്ങൾ പെൺവേഷം കെട്ടി വന്ന് ബസ്സിലും ട്രെയിനിലൊക്കെ ഭീഷണിപ്പെടുത്തിയ ആളുകളിൽ നിന്ന് പണം വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്. ഇവർക്കെതിരെ നിയമ നടപടി തന്നെ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അതേസമയം നമ്മളിപ്പോൾ ലോങ്ങിൽ നിന്നെല്ലാം പോയി അവിടെ യാത്രയൊക്കെ ചെയ്യുന്നതിനിടയിൽ ഇനി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും അതിനുള്ള സമയമോ ഇതോ നമുക്കില്ല. പക്ഷേ ഇതൊരു നിയമപ്രകാരം തന്നെ നിരോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. LGBTQ കമ്മ്യൂണിറ്റി യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, അവരെ വീട്ടിൽ നിന്നൊന്നും അംഗീകരിക്കുന്നില്ല, ചിലർക്ക് വീടില്ല, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവരെ ഒരു വിഭാഗം ആൾക്കാരെ അവരെ അടുപ്പിക്കുന്നില്ല, ഇങ്ങനെയുള്ള കുറേ പ്രയാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ സമൂഹം പ്രത്യേകം തന്നെ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അടുത്ത ദിവസം ഒരു കിട്ടിയ സബ്ജക്റ്റുമായി സന്തോഷമുണ്ട്. ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.